തൃശൂർ കോർപ്പറേഷന്റെ ജൈവ മാലിന്യ പ്ലാന്റിന്റെ അശാസ്ത്രീയത നടപ്പിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് കുരിയച്ചിറ നിവാസികൾ. ഈച്ചശല്യം മൂലം പൊറുതിമുട്ടിയ ജനങ്ങളാണ് സമരവുമായി തെരുവിലിറങ്ങുന്നത്. കുരിയച്ചിറയിൽ പ്രവർത്തിക്കുന്ന ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയ പ്രവർത്തനമാണ് ഈച്ചകൾ പെരുകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഈച്ച ഫാക്ടറിയിലേക്ക് സ്വാഗതം. കുരിയച്ചിറയിലെ ജനങ്ങൾ റോഡിൽ സ്ഥാപിച്ച ബോർഡ് ഇങ്ങനെയാണ്: ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ നടത്തിപ്പ് കാരണം ദുരിതമനുഭവിക്കുന്നത് നിരവധി ജനങ്ങളാണ്. ഈച്ചശല്യം രൂക്ഷമായതിനെ തുടർന്ന് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്നാണ് പ്രത്യക്ഷ സമരവുമായി ജനങ്ങൾ ഇറങ്ങിയത്. കുരിയച്ചിറയിലെ നൂറുകണക്കിന് ജനങ്ങൾ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തു. വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനോ വീട് തുറന്നിടുവാനോ പറ്റാത്ത അവസ്ഥയാണെന്ന് ജനങ്ങൾ പറയുന്നു. ഈച്ചയുടെ ഭയങ്കര ശല്യാണ്. ഞങ്ങൾ ഷീറ്റൊക്കെ പിടിച്ച് ഡൈനിങ് ടേബിൾ വെക്കും. പക്ഷെ അതുമ്പോ വന്നിരുന്നാലും വിളമ്പി വെച്ച ഭക്ഷണം നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മുടെ മുഖത്തും തലയിലും ചെവിയിലും ഒക്കെ വരും ഈച്ച. ഒക്കെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആട്ടിയാട്ടി ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ. ടോയ്ലറ്റിൽ പോയാലും അതെ മേത്തൊക്കെ പുറയും. ഇനി രാത്രി ആയാലും ബെഡിലൊക്കെ വന്നു നിറഞ്ഞിട്ടുണ്ടാവും ഈച്ച. രാത്രി ചെവിയിൽ പഞ്ഞൊക്കെ വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. എല്ലാം കയറി പോയാലെന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് ശല്യമായിട്ടുണ്ട് ഈച്ചയുടെ. കുരിയച്ചിറയിൽ തന്നെ പ്രവർത്തിക്കുന്ന അറവുശാലയ്ക്കെതിരെയും വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾ സമരം സംഘടിപ്പിച്ചിരുന്നു. കുരിയച്ചിറ സെന്ററിൽ നടന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ശേഷം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. ഒന്നുകിൽ ജൈവമാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടുക, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുക എന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ മേയറെ തെരുവിൽ തടയേണ്ടി വരുമെന്നും സമരം ശക്തമാക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.